ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? തിരുവരങ്ങിലേക്ക് സന്തോഷമാണോ? ഉത്സാഹത്തോടു കൂടിയാണോ വന്നിരിക്കുന്നത്? ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഗം, നിങ്ങൾ യാക്കോബിൻ്റെ ഭാര്യ റാഹേല് കുലദേവന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോയ ചരിത്രം, അത് പിടിക്കാനായിട്ട് പിതാവ് പുറകെ ഓടി വന്നപ്പോൾ അത് അവൾ പാത്തു വെച്ച കാര്യവും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്കതൊന്ന് പഠിക്കാം. അതെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. പിതാവായ ദൈവമേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്നവനായി, അപേക്ഷിച്ചാൽ ഉത്തരം നൽകുന്നവനായി എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള ഈശോയെ, ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം മറ്റെങ്ങും ആശ്രയം വയ്ക്കാതെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി അണയുവാനും അങ്ങയിൽ നിന്ന് കിട്ടുന്ന നിത്യമായ സന്തോഷവും ശാന്തിയും അനുഭവിക്കുവാനും അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങയുടെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് ഇന്ന് എങ്ങനെയാണ് യാക്കോബ് തൻ്റെ അമ്മായിയപ്പൻ്റെ അടുക്കൽ നിന്ന് തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുക്കലേക്ക് പോയതെന്നും പോകുന്ന സമയത്ത് എങ്ങനെയാണ് യാക്കോബിൻ്റെ ഭാര്യമാർ പെരുമാറിയതെന്നും നമുക്കൊന്ന് പഠിക്കാം. ഇവർ ദൈവത്തിൻ്റെ പ്രത്യേക അരുളപ്പാടനുസരിച്ച് ഏതാണ്ട് 20 വർഷത്തെ തൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിലെ സേവനത്തിന് ശേഷം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ യാക്കോബ് തൻ്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ സ്വന്തം സമ്പാദ്യം മാത്രമേ ഇവിടുന്ന് എടുക്കാവുള്ളൂ, അമ്മായിപ്പൻ്റെ ഒരു സാധനം പോലും എടുക്കരുത്. കണ്ടോ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ആളിൻ്റെ തീരുമാനം കണ്ടോ. അമ്മായിപ്പന് ആടുകളുടെ രോമം കത്തിരിക്കാനായിട്ട് പോയിരിക്കുക. ഈ സമയം നോക്കി തൻ്റെ ഭാര്യമാരെയും മക്കളെയും തൻ്റെ സമ്പാദ്യം എടുത്തുകൊണ്ട് അവന് തൻ്റെ പിതാവിൻ്റെ നാട്ടിലേക്ക് പോകുക. ഈ സമയത്ത് ഭാര്യമാർക്ക് കൊടുക്കുന്ന ഒരു വലിയ നിർദ്ദേശമാണിത്. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, വേണേ യാക്കോബിന് ചിന്തിക്കാം, ഞാൻ മുഖാന്തരല്ലേ എൻ്റെ അമ്മായിപ്പന്, ഞാനിവിടെ വന്നതിൽ പിന്നെ മാത്രമല്ലേ ഇത്രയേറെ ധനം ഇവിടെ ഉണ്ടാകും, അപ്പം ഇതെല്ലാം എൻ്റെ ശ്രമഫലമാണ്, ഇതുകൊണ്ട് ഇതെടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല എന്ന് വേണമെങ്കിൽ യാക്കോബിന് ചിന്തിക്കാം. പക്ഷേ യാക്കോബ് ഇന്നത്തെ നമ്മുടെ ചിന്താഗതി പോലെ ഉള്ള ആളല്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ആളാണ്. യാക്കോബ് തൻ്റെ ഭാര്യമാരെ വിളിച്ച് ലേയായെയും റാഹേലിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്വത്തല്ലാതെ മറ്റൊരു കാര്യവും എടുക്കരുത്. അവരുടെ സ്വന്തം പിതാവിൻ്റെ സ്വത്ത് എടുത്താൽ തെറ്റൊന്നുമില്ലെന്ന് നമ്മൾ ഓർക്കും. ഇന്ന് പിതാക്കന്മാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന മക്കളാണ്. ഈ യാക്കോബ് ലേയായെയും റാഹേലിനെയും വിളിച്ചിട്ട് പറയുകയാണ്, പിതാവിൻ്റെ ഒരു വസ്തുവും നിങ്ങൾ എടുക്കരുത്, നമ്മുടെ സ്വത്ത് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ട് അവരെ പറഞ്ഞയക്കുക. അങ്ങനെ പിതാവില്ലാതിരുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക അരുളപ്പാടനുസരിച്ച് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അവർ ലാബാൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവരത് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ ഈ ഇളയ പുത്രി റാഹേൽ ആരും കാണാതെ പിതാവിൻ്റെ വിലപ്പെട്ട കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെ എടുത്ത് ആരും കാണാൻ പൊതിഞ്ഞു കെട്ടി കൂടത്തിൽ കൊണ്ടു നടന്നു. അത് യാക്കോബ് അറിഞ്ഞോ? ഇല്ല, യാക്കോബ് അറിയുന്നില്ല. തൻ്റെ ജ്യേഷ്ഠത്തിയായ ലയ അറിയുന്നുണ്ടോ? ഇല്ല, ആരും അറിയുന്നില്ല. പിതാവിൻ്റെ സ്വത്ത് കുറച്ച് കയ്യിലിരിക്കട്ടെന്ന് അവൾ വിചാരിച്ചു. പിതാവ് സ്വന്തം വലിയ വിലയായിട്ട് കരുതുന്ന, നിധി പോലെ കരുതുന്ന കുലദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ എടുത്ത് പൊതിഞ്ഞു കെട്ടി ആരും കാണാതെ കൂടത്തിൽ കൊണ്ടുപോയി. യാക്കോബ് പറഞ്ഞില്ല. അങ്ങനെ പോയി. ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ലാബാൻ അറിയുന്നത്. ലാബാൻ സഹോദരനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, എൻ്റെ മരുമകൻ മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു,
അപ്പോൾ സഹോദരൻ ചോദിച്ചു, സ്വത്തുക്കളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടോ? പിന്നെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, അവരുടെ മുഴുവൻ സാധനവും കൊണ്ടുപോയി, കൂടാതെ എൻ്റെ കുലദേവന്മാരെ മോഷ്ടിക്കുക കൂടി ചെയ്തു. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഇതൊരു ചതിയാ, ഈ ചതി ചെയ്തത് വലിയ തെറ്റായിപ്പോയി, നമുക്ക് അവരെ പിന്തുടർന്ന് പിടിക്കാം. ഒരു കാര്യം ചെയ്ത് ഇന്ന് സമാധാനത്തോടെ കിടക്ക്, നാളെ നേരം വെളുക്കുമ്പോൾ ഞാനിവിടെ പോരാ, നമുക്ക് അവരെ പിന്തുടർന്ന്, അവരിപ്പോൾ ഈ സ്ഥലം വരെ ആയി കാണും, അവിടെ വെച്ച് നമുക്ക് അവരെ പിടിക്കാം. അവർ ഏകദേശം പോയ വഴിയും സ്ഥലവും എല്ലാം നോക്കി നമുക്ക് യാത്ര തുടരാം എന്ന് പറഞ്ഞ് ലാബാനെ സമാധാനിപ്പിക്കുകയും കള്ളന്മാരെ പോലെ എൻ്റെ മക്കളെയും കൊണ്ട് ഓടിപ്പോരുന്നത്, നിനക്ക് പറഞ്ഞിട്ട് പോരാൻ പാടില്ലായിരുന്നോ? എൻ്റെ മക്കളെയും എൻ്റെ കൊച്ചുമക്കളെയും ഒക്കെ എനിക്ക് ചുംബിക്കാൻ, സ്നേഹത്തോടെ ചുംബിച്ച് പറഞ്ഞ് യാത്രയാക്കാനുള്ള അവസരം നീ എന്തിയെ തരാതിരുന്നത്? അപ്പോൾ പറഞ്ഞ്, അങ്ങനെ വിടുകയില്ലെന്ന് പേടിച്ചാണ്, എനിക്കെൻ്റെ പിതാവിനെ കാണുവാനുള്ള ആഗ്രഹത്താലാണ്, എൻ്റെ സഹോദരൻ്റെ അടുക്കൽ പോകുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ എത്രയധികം വർഷമായില്ലേ നിനക്ക് സേവനം ചെയ്യുന്നത്, എനിക്കിനി എൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം. ഉടനെ ലാബാൻ ചോദിച്ചു, നിനക്ക് അങ്ങനെയുള്ള ആഗ്രഹമായിരുന്നെങ്കിൽ നീ എന്തിനാണ് എൻ്റെ മുതൽ മോഷ്ടിച്ചത്? എൻ്റെ കുലദേവന്മാരെ നീ മോഷ്ടിച്ചത് എന്തിനാണ്? അപ്പോൾ യാക്കോബിന് നല്ല ഉറപ്പാണ്, നമ്മൾ ആരെങ്കിലും, എൻ്റെ ഭാര്യമാരോ മക്കളോ ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? യാക്കോബ് വെല്ലുവിളിക്കുന്നത് പോലെ പറഞ്ഞു, നിന്റെ എന്തെങ്കിലും മുതൽ ഈ കൂടാരത്തിൽ എവിടെയുണ്ടെങ്കിലും നിനക്കെടുക്കാം, എങ്കിൽ നീ പറയുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. കാരണം യാക്കോബിന് നല്ല ഉറപ്പാണ്, യാക്കോബിൻ്റെ കൂടെ ദൈവമുണ്ട്. അപ്പോൾ യാക്കോബ് അറിയാതെ വന്നു പോയ തെറ്റിന് പോലും ദൈവം യാക്കോബിനെ സംരക്ഷിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും യാക്കോബ് ചെയ്തിട്ടില്ല. യാക്കോബ് പറഞ്ഞു, നീ പരിശോധിക്കുക, എൻ്റെ കൂടാരം ഇതാ, എൻ്റെ ആദ്യ ഭാര്യ ലയായുടെ കൂടാരം അതാ, എൻ്റെ റാഹേലിൻ്റെ കൂടാരം അതാ, എൻ്റെ മക്കളുടെ കൂടാരം, എല്ലാ കൂടാരവും നിങ്ങൾക്ക് പരിശോധിക്കാം. എവിടെയെങ്കിലും നിൻ്റെ മുതലുണ്ടെങ്കിൽ, നിൻ്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുകൊള്ളാം. ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് പരിശോധിക്കാം. കാരണം യാക്കോബിന് നല്ല ഉറപ്പാണ്, ഇവിടെ ഒന്നും ഇല്ല, അവിടുന്ന് ഒന്നും എടുത്തുകൊണ്ട് പോന്നിട്ടില്ലെന്ന്. അങ്ങനെ ലാബാനും അവൻ്റെ സഹോദരനും കൂടി യാക്കോബിൻ്റെ കൂടാരം മുഴുവൻ പരിശോധിച്ചു, അവിടെ ഒന്നുമില്ല. അടുത്ത ലയായുടെ കൂടാരം മുഴുവൻ പരിശോധിച്ചു, അവിടെ ഒന്നുമില്ല. ഈ മുതൽ ആരുടെ കയ്യിലായിരിക്കുന്നത്? റാഹേലിൻ്റെ കയ്യിലായിരിക്കുന്നത്. റാഹേല് നല്ല ബുദ്ധിമതിയായിരുന്നു. അവൾ വേഗം ഈ കുലദേവന്മാരെല്ലാം എടുത്ത് പൊതിഞ്ഞ് കെട്ടി അവൾ ഒരു സ്റ്റൂളിൻ്റെ അടിയിലെടുത്ത് ആ സ്റ്റൂളിൻ്റെ പൊക്കത്തൊരു തുണിയൊക്കെ വിരിച്ച് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, പിതാവ് വന്നപ്പോൾ പറഞ്ഞു, പിതാവേ, ഇളയ മകളല്ലേ, പിതാവേ, എനിക്ക് അസുഖമായതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ എണീറ്റ് നിൽക്കാൻ, ബഹുമാനിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഓ, പിതാവിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു ബഹുമാനക്കുറവ് അല്ലേ? ഒരു കുഴപ്പമില്ല. പക്ഷെ അവളുടെ കൂടാരത്തിലെല്ലാം പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലെന്ന് കണ്ടപ്പം വചനം പറയുന്നത്, യാക്കോബ് അവനോട് കോപിച്ച് സംസാരിച്ചെന്നവനെ, നീ എന്തിനാണ് എനിക്ക് ഇല്ലാത്ത തെറ്റുണ്ടാക്കി എന്നെ ശിക്ഷിച്ചത്? നീ പരിശോധിച്ചിട്ട് നിനക്ക് വല്ലതും കിട്ടിയോ? ഒരു കള്ളനെ പോലെ എൻ്റെ പിന്നാലെ പാഞ്ഞു വന്നത് എന്തിന് എന്നെല്ലാം ചോദിച്ച് ആരാ നമ്മുടെ യാക്കോബ് അമ്മായിപ്പനായ ലാബാനോട് അരിശപ്പെട്ട് ചോദിച്ചു. അപ്പം ലാബാൻ തണുത്തു, പറഞ്ഞു, ഞാൻ എൻ്റെ കുലദേവന്മാരെ കാണാത്തതിനാൽ നീ മോഷ്ടിച്ചെന്ന് കരുതിയാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനിങ്ങോട്ടേക്ക് പോരാൻ നേരത്ത് ദൈവം എന്നോട് അരുളി ചെയ്തിരുന്നു, നല്ലതോ ചീത്തയോ ആയ ഒരു വാക്ക് പോലും യാക്കോബിനോട് സംസാരിക്കരുതെന്ന് ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നോടൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, നിന്നോടൊന്നും സംസാരിക്കരുത്, നല്ലതും പറയണ്ട ചീത്തയും പറയണ്ടെന്ന്. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ഞാനൊന്നും തിരിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞ് യാക്കോബ് പറഞ്ഞതെല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ്, ദൈവം നിൻ്റെ കൂടെയാണ്. ലാബാൻ ആ വസ്തുത തിരിച്ചറിഞ്ഞു, ദൈവം യാക്കോബിൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് യാക്കോബിനോടൊന്നും സംസാരിക്കണ്ട. അതുകൊണ്ട് ലാബാൻ തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും മരുമകനായ യാക്കോബിനെയും ഒക്കെ അനുഗ്രഹിച്ച് യാത്രയാക്കിയിട്ട് തിരിച്ചു പോരുന്നു. അങ്ങനെ നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലായി അല്ലേ? ദൈവത്തോട് കൂടെ ഉള്ള ആളുടെ കൂടെ ദൈവമുണ്ട്. അവനെ എതിർക്കാനോ
അവനെ ശിക്ഷിക്കാനോ അവനെ പിന്തുടരാനോ വരുന്നവരെ പോലും ദൈവം തടഞ്ഞു നിർത്തും. ഇത് ഒരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുകയല്ലേ? നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഷോളും സാരിയും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്ക് ഈ സമയം ആസ്വദിക്കാം. യാക്കോബ്, യാക്കോബ്, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ കൽത്തൂണിനെ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബേഥേലിലെ ദൈവമാണ് ഞാൻ. എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ കൽത്തൂണിനെ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബേഥേലിലെ ദൈവമാണ് ഞാൻ. എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അങ്ങ് വിളിച്ചോ? വിളിച്ചു. കുറെ നാളുകളായി നമ്മൾ ശ്രദ്ധിക്കുന്നതല്ലേ, നിങ്ങളുടെ പിതാവ് ലാബാന് എന്നോടോ നിങ്ങളോടോ മുമ്പത്തെ പോലെ സ്നേഹമൊന്നുമില്ല. ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി പണിയെടുത്തു. അത് ഞങ്ങൾക്ക് നന്നായി അറിയാം. അങ്ങ് രാപ്പകൽ വിശ്രമം പോലും ഇല്ലാതെ പണിയെടുക്കുന്നത് ഞങ്ങൾ ദിവസവും കാണുന്നുണ്ടല്ലോ. എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിച്ചു. 10 തവണ എന്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അങ്ങയുടെ കൂലി കൂട്ടുന്നതിനെ കുറിച്ച് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു. പക്ഷേ പിതാവ് തീരുമാനം മാറ്റുന്നില്ല. പണ്ട് അദ്ദേഹത്തിന് അങ്ങയോടുള്ള സ്നേഹവും പരിഗണനയും ഒന്നും ഇപ്പോഴില്ല. ഞങ്ങളുടെ സഹോദരന്മാരും അങ്ങേ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങളുടെ പിതാവിന്റെ സ്വത്തെല്ലാം അങ്ങ് കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നവർ പറയുന്നത്. ഒരു ദിവസം അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിന്റെ സ്വത്തെല്ലാം അങ്ങ് തിന്നുകൊടിക്കുന്നു എന്നെല്ലാം. അവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്കതെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. ലാബാനും പുത്രന്മാർക്കും ഇപ്പോൾ നമ്മളോട് പഴയതുപോലെ താല്പര്യമൊന്നുമില്ല. ഈ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശവും ഉണ്ടോ? നമ്മളെ എല്ലാവരും അന്യരായിട്ടല്ലേ കാണുന്നത്? ഞങ്ങളെ അങ്ങേക്ക് ഭാര്യമാരായി തരാമെന്ന് പറഞ്ഞ് അങ്ങേക്കൊണ്ട് പണിയെടുപ്പിച്ച് കിട്ടിയ പണം മുഴുവൻ പിതാവ് തിന്നു നശിപ്പിച്ചു. ആ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവം അങ്ങയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്യുക. നമുക്ക് അങ്ങയുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അത് തന്നെയാണ് നല്ലത്. നാം ഉടൻ തന്നെ നമ്മുടെ പിതാവായ
ഇസഹാക്കിന്റെ നാടായ കാനാൻ ദേശത്തേക്ക് തിരിച്ചു പോകണം. അവനവന്റെ സ്വത്ത് മാത്രം എടുക്കുക, പിതാവിന്റെ ഒന്നും എടുക്കരുത്. മക്കളെയും കൂട്ടി നാം കൂടെ പുറപ്പെടാം. ഞങ്ങളുടെ പിതാവ് ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയാണ്. ഈ സമയം നോക്കി പുറപ്പെടുന്നതാണ് നല്ലത്. വേഗമാകട്ടെ, അവനവന്റെ സ്വത്ത് മാത്രം എടുക്കുക, പിതാവിന്റെ ഒന്നും എടുക്കരുത്. ദൈവത്തിന് ഹിതകരമായ കാര്യം മാത്രം ചെയ്യുക. മക്കളെയും കൂട്ടി നാം കൂടെ പുറപ്പെടാം. വേഗമാകട്ടെ. ഇതാ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളല്ലേ? ആരും അറിയണ്ട, പിതാവ് അറിയുകയില്ല, ആരും കാണണ്ട. കിട്ടുന്നത് എടുത്തോണ്ട് പോകാം. ലാബാൻ, നീ എന്താ ഇത്ര ഗാഢമായി ആലോചിക്കുന്നത്? ആകെ വിഷമത്തിലാണല്ലോ. എന്തു പറ്റി? അതേ സഹോദര, എന്റെ പെൺമകൾ ലേയായുടെ റാഹേലിന്റെ ഭർത്താവ് യാക്കോബ് 3 ദിവസം മുമ്പ് ഇവിടെ നിന്ന് ഒളിച്ചോടി. എന്നോടൊരു വാക്കും വേണ്ടിയില്ല. അത് വജ്രയാണല്ലോ. അവർ എങ്ങോട്ടാണ് പോയതെന്ന് അറിയുമോ? അവന്റെ പിതാവിന്റെ നാടായ കാനാൻ നാട്ടിലേക്കാണ് അവർ പോയിരിക്കുന്നത്. അവന്റെ സ്വത്തുക്കളും സമ്പാദ്യവുമെല്ലാം എടുത്തുകൊണ്ടാണോ പോയിരിക്കുന്നത്? അതെ, സർവ്വതും എടുത്തു. എന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു. എങ്കിൽ നമുക്ക് അവരെ പിന്തുടർന്ന് പിടിക്കുക തന്നെ വേണം. ലാബാൻ, നീ ഇതൊന്നും ആലോചിച്ച് വെറുതെ സമാധാനം നഷ്ടപ്പെടുത്തണ്ട. പോയി കിടന്നുറങ്ങ്. നമുക്ക് നാളെ രാവിലെ പുറപ്പെടാം. അവരിപ്പോൾ ആ മലപ്രദേശമായ ഗിലെയാദിലുണ്ടാകും. അവിടെ വെച്ച് നമുക്ക് അവരെ പിടികൂടാം. എന്നാലും എന്റെ പെൺമകൾ എന്നോടൊരു വാക്കുമിണ്ടാതെ പോയല്ലോ. ലാബാൻ, നീ ഇതൊന്നും ആലോചിച്ച് വെറുതെ സമാധാനം നഷ്ടപ്പെടുത്തണ്ട. പോയി കിടന്നുറങ്ങ്. നമുക്ക് നാളെ രാവിലെ പുറപ്പെടാം. ശരി. ലാബാൻ നല്ലതോ ചീത്തയോ ആയ ഒരു വാക്ക് പോലും യാക്കോബിനോട് പറയാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ഓ, ദൈവം അവന്റെ പക്ഷത്താണ്. സമയം ഒരുപാടായി. ഉടൻ പുറപ്പെടണമല്ലോ. ലേയ, റാഹേൽ, ലേയ, റാഹേൽ. നോക്കൂ, നിങ്ങളുടെ പിതാവ് നമ്മൾ പോന്ന വഴി എങ്ങനെയോ മനസ്സിലാക്കി നമ്മളെ പിന്തുടർന്ന് വരികയാണ്.
നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കൂടാരത്തിൽ പോയി ഒളിക്കുക. വേഗമാട്ടെ. യാക്കോബ്, നീ എന്താണ് ഈ ചെയ്തത്? എന്നോടൊരു വാക്ക് മിണ്ടാതെ ഒളിച്ചോടിയത് എന്തിനാണ്? നിനക്ക് ആദ്യമായി പറകിട്ട് പോരാ ബലായിരുന്നോ? വാളാൽ നേടിയ തടവുകാരെ പോലെ എന്റെ പെൺമക്കളെയും കൊണ്ടുപോകുന്നത് എന്തിനാണ്? അങ്ങനെ വിടുകയില്ലെന്ന് ഓർത്താണ് ഞാൻ ഒളിച്ചോടിയത്. ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുമാടി കിന്നരവും വീണയും വായിച്ച് യാത്രയാക്കുമായിരുന്നല്ലോ. എനിക്ക് എന്റെ പുത്രന്മാരെയും ചുംബിക്കാനുള്ള അവസരം തരാഞ്ഞത് എന്തിന്? നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത്. നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ നല്ലതോ ചീത്തയോ ആയതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ നീ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം എന്നോട് കഴിഞ്ഞ രാത്രിയിൽ കൽപ്പിച്ചു. എന്റെ പിതാവിനെ കാണുവാനുള്ള ആഗ്രഹം മൂലമാണ് ഞാൻ ഒളിച്ചോടിയത്. നിന്റെ പിതാവിനെ കാണാനുള്ള തീവ്രമായ ആഗ്രഹം മൂലമാണ് പോകുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചത്? അങ്ങയുടെ കുലദേവന്മാരുടെ വിഗ്രഹം ആര് മോഷ്ടിച്ചോ അവൻ മരിച്ചു പോകട്ടെ. അങ്ങയുടെ വീട്ടുവകകളിൽ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങേക്കത് പരിശോധിക്കാം. നമ്മുടെ ഈ സഹോദരന്റെ മുമ്പിൽ വെച്ച് അങ്ങേക്കത് തിരിച്ചെടുക്കാം. വരൂ, അങ്ങേക്ക് കൂടാരങ്ങൾ പരിശോധിക്കാം. അവർ യാക്കോബിന്റെയും ലേയായുടെയും കൂടാരങ്ങൾ പരിശോധിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് ആ വിഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വെക്കണമല്ലോ. പിതാവേ, ഇതാ അങ്ങയുടെ ഇളയപുത്രി റാഹേലിന്റെ കൂടാരം. പിതാവേ, അങ്ങയുടെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതിനാൽ അങ്ങ് എന്നോട് കോപിക്കരുതേ. എന്റെ പേരിലുള്ള കുറ്റം എന്താണ്? ഇത്ര താല്പര്യത്തോടെ എന്റെ പിന്നാലെ വന്ന് ഇവിടെ മുഴുവൻ പരിശോധിച്ചല്ലോ. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? നീയുടെ വീട്ടുവകകളിൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതിവിടെ നിരത്തി വെക്കുക. നമ്മുടെ ഈ സഹോദരന്മാർ ന്യായവിധി കൽപ്പിക്കട്ടെ. രാത്രിയിലെ തണുപ്പും പകലിലെ ചൂടും എന്നെ കാർന്നെടുത്തു. ഉറക്കം എന്റെ കണ്ണിൽ നിന്ന് പാൻപോയി. ആടുകളുടെ കൂടെ ഞാൻ 20 വർഷം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തു. 14 കൊല്ലം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി, 6 കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ ജോലി ചെയ്തു. അങ്ങയുടെ കോലാടുകൾക്ക് ഗർഭചിത്രം വന്നിട്ടില്ല. അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടുമില്ല. കാട്ടുമൃഗങ്ങൾ കൊന്നു തിന്നവയെ ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുമില്ല. അവയുടെ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു. അങ്ങയുടെ വീട്ടിൽ നിന്ന് രാത്രിയിൽ മോഷണം പോയ സാധനങ്ങളുടെ നഷ്ടവും ഞാൻ സഹിച്ചു. എന്റെ പിതാവിന്റെ ദൈവം എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ അങ്ങ് ഉയർന്നു വന്നു. മകനെ യാക്കോബ്, എനിക്ക് തെറ്റുപറ്റി. മക്കളെ ലേയ, റാഹേൽ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇസ്രായേലിന്റെ ദൈവം നിങ്ങളോട് കൂടി ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വരൂ, നമുക്ക് പോകാം.
കൂട്ടുകാരുടെ സ്കിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് കളിച്ചല്ലേ? ലയായും റാഹേലും വിഗ്രഹങ്ങളെ എല്ലാം പാത്തു വെച്ചതുമൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലായത്, യാക്കോബ് അറിയാതെ വന്ന തെറ്റാണെങ്കിൽ പോലും ദൈവം യാക്കോബിൻ്റെ കൂടെ നിന്ന് യാക്കോബിനെ സംരക്ഷിച്ച് വരാൻ പോകുന്ന വലിയ ശിക്ഷയിൽ നിന്നും, അന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു മോഷണം നടത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിനുണ്ടാകുന്ന ശിക്ഷ വലുതാണ്. പക്ഷെ ദൈവത്തിനറിയാം യാക്കോബ് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ യാക്കോബ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ദൈവം അവൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവന് കിട്ടുന്ന ശിക്ഷ വലുതായനെ. അതുപോലെ തന്നെ ലാബാനോടും ദൈവം പറയുക, നല്ലതോ ചീത്തയായ ഒരു വാക്ക് പോലും എൻ്റെ യാക്കോബിനോട് പറഞ്ഞു പോകരുതെന്ന്. അപ്പം ലാബാനും ദൈവം വെളിപ്പെടുത്തുവാണ് യാക്കോബ് ദൈവത്തിന് പ്രീതികരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന്. ഇത് സ്കിറ്റ് കളിക്കുമ്പോഴും വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട മക്കളായിട്ടാണോ ജീവിക്കുക? എന്നെക്കുറിച്ചും ദൈവം ഇങ്ങനെയൊക്കെ പറയുമോ? ദൈവത്തിൻ്റെ പ്രീതിയിലാണോ ഞാൻ വളർന്നു വരുന്നത്? നമുക്ക് ദൈവത്തോട് തന്നെ ഒന്ന് ചോദിക്കാം. ഇന്ന് വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അതല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ്, എന്നും നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ കുരിശ് വരെയൊക്കെ ഉണ്ടല്ലേ? അതിനുശേഷം കിടക്കുന്നതിന് മുമ്പ് ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് പോലെ ചമ്മറം പടഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൈകൾ കൂപ്പിയിട്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങേക്ക് ഹിതകരമായിട്ടാണോ ജീവിച്ചത്? അങ്ങയുടെ മുമ്പിൽ എനിക്കിന്ന് A+ ഉണ്ടോ? പരീക്ഷയ്ക്ക് A+ ഉണ്ടോ എന്ന് നമ്മൾ തിരക്കും അല്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മനസ്സിൽ യാക്കോബിനെ പോലെ ഒരു A+ എനിക്കുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് മുതൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എൻ്റെ ദൈവം എന്നെ ഓർത്ത് കരയുന്ന ഒരു ദിവസം ഉണ്ടാകില്ല. ഞാൻ എല്ലാ ദിവസവും ദൈവത്തോട് അല്പനേരം സംഭാഷണം നടത്തിയിട്ടേ കിടക്കാൻ പോകുള്ളൂ. ആ സമയത്ത് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, അങ്ങയുടെ മനസ്സിൽ എനിക്കൊരു A+ ഉണ്ടോ? ആ A+ നിലനിർത്തണം. മരണം വരെ ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു A+ നിലനിർത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി. അത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഈ തിരുവരങ്ങിലൂടെ അങ്ങയുടെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ഈശോയെ, അങ്ങയുടെ മനസ്സിനോട് ചേർന്നിരിക്കുവാൻ, അങ്ങയുടെ മനസ്സിൽ ഞങ്ങളെക്കുറിച്ച് വലിയ സന്തോഷം ഉണ്ടാകുവാൻ, അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. യേശുനാഥ, ദിവസവും ദിവ്യബലിയിലൂടെ അങ്ങയെ സ്വീകരിക്കുമ്പോൾ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുമ്പോൾ, ഈശോയെ, അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പലപ്പോഴും പാപം ചെയ്ത് അങ്ങേക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഈശോയെ, പാപികളായ ഞങ്ങളോട്, ബലഹീനരായ ഞങ്ങളോട് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ, മാപ്പാക്കണമേ. അങ്ങയുടെ മനസ്സിന് ഇണങ്ങിയവരായി, അങ്ങയുടെ മനസ്സിൽ ഞങ്ങൾക്ക് A+ കിട്ടുവാനായിട്ട് എല്ലാ ദിവസവും അങ്ങയോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാനായിട്ട് ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നു മുതലുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും അല്പസമയം അങ്ങയോട് സംസാരിച്ചുകൊണ്ട്, അങ്ങയെ ഉറ്റ സുഹൃത്തായി സ്വീകരിച്ചുകൊണ്ട്, അങ്ങ് കാണിച്ചു തരുന്ന പാതയിലൂടെ മാത്രം നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. യേശുവേ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതിയല്ലി വീട്ടിലേക്ക് പോകാം.